ഫൈനലി ഇപ്പോൾ ആ ഒരു ആശ്വാസ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വയ്ക്കുന്നു. ഈ ഒരു ലൈക്ക് ചെയ്യാൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താനാണ്, ഈ ഒരു ന്യൂസ് കൂടുതൽ പേരിലേക്ക് എത്താനാണ്. സോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയേണ്ടായാലും നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നൊരു വാർത്തയാണ് അർജുൻ്റെ ലോറി കിട്ടി എന്നുള്ള വാർത്ത. പക്ഷേ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നമുക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചില്ല. ബട്ട് ഉടനെ അങ്ങനെ കേൾക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു സംഭവം, അതായത് ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്പമൊന്ന് എന്തായാലും ഡ്രഡ്ജർ ആണെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ വെളുപ്പിനോടെ ഡ്രഡ്ജർ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ പുറപ്പെടുമെന്ന് പറയുന്നതേ ഉള്ളായിരുന്നു. ഫൈനലി ഡ്രഡ്ജർ പുറപ്പെട്ടിരിക്കുകയാണ്. സോ നാളെ ചിലപ്പോൾ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ വ്യാഴാഴ്ചയോടെ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ തുടങ്ങാനുള്ള സാധ്യത, അതായത് ബുധനാഴ്ച തുടങ്ങാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കാരണം വേറെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്, ഫോർമാലിറ്റി സംഭവങ്ങൾ അത് ഇതൊക്കെയുണ്ട്. സോ നാളെ ചാൻസ് കുറവാണ്. വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. സോ നമ്മളെല്ലാവരും ആ ഒരു ന്യൂസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കുറേ നാളായിട്ട്. സോ ഫൈനലി അത് നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഡ്രഡ്ജറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിന് മണ്ണ് നമുക്കറിയാം, ആ ഒരു ശിരൂരിലെ പുഴയിൽ മണ്ണ് കിടപ്പുണ്ട്, കല്ല് കിടപ്പുണ്ട്. സോ അത് മനുഷ്യ സഹജമായിട്ട്